പോർഷൻസ് അവരുമായിട്ടുള്ള കോമ്പിനേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നേ. തീർച്ചയായിട്ടും മലയാള സിനിമയ്ക്ക് അഭിമാനിക്കാവുന്ന ഒരു സിനിമ തന്നെയായിരിക്കും. കാരണം അത്രയ്ക്ക് നല്ല നമുക്ക് മലയാള സിനിമയെ ലോക സിനിമയ്ക്ക് മുന്നിൽ കാണിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടാലൻറ്റുകൾ ആ സിനിമയുടെ മുന്നിൽ പുറകിലുമുണ്ട്, അല്ലെങ്കിൽ കൂടെയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെപ്പോലെ തന്നെ ഞാനും എക്സൈറ്റഡ് ആണ്. മഹേഷ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ടെക്നിക്കലി ഏതെല്ലാം രീതിയിൽ ഒരു സിനിമയെ ഒരു ഹൈലൈറ്റ് കൊണ്ടുവരാനായിട്ട് സാധിക്കാൻ കഴിവുള്ളൊരു വ്യക്തിയാണെന്നുള്ളത്, അല്ലെങ്കിൽ ടെക്നീഷ്യനാണെന്നുള്ളത്. തീർച്ചയായിട്ടും ആ ഒരു ടെക്നിക്കൽ എക്സ്പെർട്ടീസ് സിനിമയിൽ കാണാൻ സാധിക്കും. ഓഫ് കോഴ്സ് അത് ഇതുവരെ നമ്മളങ്ങനെ കണ്ട് പരിചിതമല്ലാത്ത ഒരു ടെറൈൻ അല്ലെങ്കിൽ ഒരു ബാക്ക്ഡ്രോപ്പിലാണ് അത് പറഞ്ഞു പോകുന്നത്. അത് തീർച്ചയായിട്ടും ഒരു എക്സൈറ്റിംഗ് എക്സ്പീരിയൻസ് തന്നെയായിരിക്കും സിനിമ ലവേഴ്സിന്. പ്രത്യേകിച്ച് അത് തിയേറ്ററിൽ തന്നെ വന്ന് കാണേണ്ട ഒരു സിനിമയാണ് എന്നുള്ളൊരു കാര്യവും അടിവരായിട്ട് പറയുന്നു. ഞാനിപ്പോൾ ചെയ്യുന്നത് രതീഷ് പൊതുവാളിൻ്റെ തങ്കേശ്വറിന് ശേഷം ഒരു ഫുൾ ലെങ്ത് ഒരു സിനിമ ഞങ്ങൾ ചെയ്യുകയാണ്. ഒരു ദുരൂഹ സാഹചര്യത്തിൽ എന്നുള്ളതാണ് സിനിമയുടെ പേര്. അതിൽ കുറച്ചുകൂടെ ഒരു ഫണ്ണും സെറ്റയറും അത്യാവശ്യം ഒരു പൊടിക്ക് ആക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അൾട്ടിമേറ്റ് ഓൺ ആൻഡ് ഔട്ട് ഒരു കുറച്ചും കൂടി ഒരു ഹ്യൂമറും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സിനിമയായിരിക്കും.